വരൂ, വൻകരകൾ കാണാം. ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് ഉള്ളിൽ കടലിരമ്പം, അനുഭവത്തിൻ്റെ ഉന്മാദങ്ങൾ. നമുക്ക് വൈവിധ്യങ്ങളെ വേട്ടയാടാം. കനകക്കുന്നിൽ മാതൃഭൂമി അക്ഷരോത്സവം 5ാം പതിപ്പ്. പഞ്ചേന്ദ്രിയങ്ങൾക്കും ആരവം, മനസ്സിന് ഉത്സവം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവം മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 5ാം പതിപ്പിന്റെ അരങ്ങുണരുന്നു. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ. പ്രണവമുഖരമന്ത്രം ജപഘോഷം 1923 മാതൃഭൂമി വന്നു. അക്ഷരത്തിൽ സ്വാതന്ത്ര്യത്തെ വിളക്കി. കരിതുടച്ചു, തിരിതെളിഞ്ഞു, വാക്കെരിഞ്ഞു, ലോകം വിടർന്നു. ഇന്ന് എല്ലാവരും വായനക്കാരാണ്. വിരൽത്തുമ്പിലുണ്ട് ലോകം. പറയാനെത്തുന്നു സ്പെയിനിൽ നിന്ന്, ജപ്പാനിലെ ഒക്കിനാവ വഴി ഫ്രാൻസിസ് മിറായസ്. ഓഷോയുടെ ആത്മീയതയുമായി മാഷീല ആനന്ദ്. I will be visiting Mathrubhumi International Festival of Letters, and I am looking forward to plurality of diversity and partake in this festival. പലസ്തീന്റെ വർത്തമാനങ്ങളുമായി ഖയാത്ത് അൽ മധുൻ. കഥേതരത്തിന്റെ കഥന കൗശലങ്ങളുമായി ഷോൺ പ്രിന്റിസ്. I'm excited to bring myself so far across the world and bring my ideas to you, but I'm much more excited about learning from you all and exploring your beautiful culture and literary traditions. Along with that, I'm excited to talk about the plurality of stories that we all possess, the stories that we can share in different ways. We can share them. I'll specifically be talking about the science of story and how brain science can help us tell better stories on the page, regardless of what those stories are. From the curatorial point of view, what we've done is the very attempt of bringing all kinds of topics into the festival is addressing plurality. Now we've got people to talk about AI, to talk about ecology, to talk about technology. So we put everything together to create a very plural a festival with a very plural character. നമ്മുടെ ഇത്തവണത്തെ പ്രമേയം പ്ലൂറാലിറ്റി, ബഹുസ്വരത ആയതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന പ്രദേശങ്ങളിലുള്ള എഴുത്തുകാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇൻടോളറൻസ് ആണ് ഒരു വിധത്തിൽ ഈ ബഹുസ്വരതയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റൈറ്റേഴ്സ്, ഈജിപ്തിൽ നിന്നാവട്ടെ, പലസ്തീനിൽ നിന്നാവട്ടെ,
അവർ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് വളരെ അധികം ഇത്തവണ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു അവസ്ഥയിലും ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫെസ്റ്റിവൽ ഇത്തവണത്തെ പ്രമേയം വളരെ ശ്രദ്ധേയമെന്ന് എനിക്ക് തോന്നുന്നു. അക്ഷരമായ അറിവ്, ഭാഷയുടെ മൃത്യുഞ്ജയം, സ്ഥിരോത്സാഹം. അക്ഷരമാല പാഠപുസ്തകങ്ങളുടെ അപ്രത്യക്ഷമായി അത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത് മാതൃഭൂമിയാണ്. അവർക്ക് മായരുത് മലയാളം എന്ന് പറഞ്ഞൊരു സ്ഥിരം പങ്ക്തി തന്നെയുണ്ട്. അങ്ങനെ എപ്പോഴും നമ്മുടെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു കാവലായിട്ട് മാതൃഭൂമി എപ്പോഴും നിൽക്കാറുണ്ട്. അവർക്കത് സ്വന്തം ഒരു ഉത്തരവാദിത്തമാണ്, അത് തങ്ങളുടെ ചുമതലയാണ് എന്നൊരു തോന്നലുണ്ട്. അത് പലപ്പോഴും വലിയ വിജയവും ആവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 കൊല്ലമായി അവർ തിരുവനന്തപുരത്ത് അക്ഷരോത്സവം എന്ന പേരിൽ പുസ്തക ചർച്ചയുടെയും സാംസ്കാരിക ചർച്ചയുടെയും പുസ്തക വിൽപ്പനയുടെയും ഒക്കെ വലിയൊരു മേള നടത്തുന്നുണ്ട്. അത് തിരുവനന്തപുരത്തുകാരുടെ എന്നല്ല, മാതൃകാരുടെ എന്നല്ല, മലയാളികളുടെ മൊത്തം ഒരു മേളയാണത്. അക്ഷരം എന്നുള്ള വാക്കിന് ക്ഷരമില്ലാത്തത് ഒരിക്കലും നശിക്കാത്തതെന്നാണ് അർത്ഥം. ഒരിക്കലും നശിക്കാത്തത് എന്താണ്? നമ്മുടെ സംസ്കാരമാണ്. അപ്പോൾ മലയാളിയുടെ ഭാഷയും സാഹിത്യവും സംസ്കാരവും പരിപോഷിപ്പിക്കുന്നതിലും അതിനെന്തെങ്കിലും ഹാനി വരുമ്പോൾ അത് തടയുന്നതിലൊക്കെ മാതൃഭൂമി വഹിക്കുന്ന പങ്ക് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഓർമ്മയിൽ വേരുകളുണ്ട്. പണ്ട് കവിതകൾ മനഃപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പോയി പരീക്ഷ തന്നെ ആവശ്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നിടയ്ക്ക് നമുക്ക് സംശയം തോന്നുന്നു. എല്ലാവരെയും ജയിപ്പിക്കണം എന്ന ചിന്തയാണ് ഇവിടെ ഇപ്പോൾ വാഴുന്നത്. ആരോഗ്യകരമായ ഒരു മത്സരം ഈ ജീവിതത്തിലില്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പാമരചിത്തം പുകഞ്ഞു പൊങ്ങും ധൂമമാം ഈർഷ്യതാൻ ജാതി, ഗർവമായും ദ്വേഷമായും പിന്നെ സർവമനോരോഷമായും, ഗർവമായും ദ്വേഷമായും പിന്നെ സർവമനോരോഷമായും ആയതു മാറുന്നു വർണ്ണം സ്വയം സായന്തനാംബുദം പോലെ. ആശയഗംഭീരനായ കവി അന്നേ പറഞ്ഞു, ശാസ്ത്രം സത്യം. ആയുർവേദത്തിന്റെ നാട് അതിസൂക്ഷ്മതകളിലേക്കാണിന്ന്. കഷ്ടിച്ച് 1350 ഗ്രാം മാത്രം തൂക്കമുള്ള മസ്തിഷ്കം എന്ന മാംസപിണ്ഡം ഒരു സൗരയൂഥത്തിനേക്കാളും കൂടുതൽ സങ്കീർണമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ശകലം പ്രയാസമായിരിക്കും. 86 മുതൽ 100 ബില്യൺ കോശങ്ങളാണ്, ന്യൂറോണുകളാണ് മസ്തിഷ്കത്തിനുള്ളത്. ഇടത് വശത്തെ മസ്തിഷ്കമാണ് ഡോമിനൻ്റ് ഹെമിസ്ഫിയർ. ഭാഷയെ കൺട്രോൾ ചെയ്യുന്നത്, കണക്കുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതേസമയത്ത് ഈ വലത് ബ്രെയിനാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് എല്ലാം കൂടി വിശാലമായി കാണാനും മ്യൂസിക് മനസ്സിലാക്കാനും അമ്മാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് വലത് ബ്രെയിനാണ്. മനസ്സിന്റെ നിഗൂഢ സ്ഥലികളിലേക്ക് വൈദ്യം കടന്നെത്തുമ്പോൾ വരുന്നു എഴുത്തിലെ രാഷ്ട്രീയക്കാരി, രാഷ്ട്രീയത്തിലെ വായനക്കാരി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ നായകന്മാരാണ് അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ മഹത്തായ സംരംഭത്തിൽ ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന അക്ഷരോത്സവത്തിൽ എനിക്ക് കൂടി പങ്കെടുക്കാൻ ഒരവസരമുണ്ട് എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ടീച്ചറുമായിട്ടുള്ള ഒരഭിമുഖമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവം
മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 5ാം പതിപ്പിന്റെ അരങ്ങുണരുന്നു. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ. ശിരസറുക്കപ്പെടാത്ത അന്തസ്സാണ് മനുഷ്യൻ. അഭിരുചികളെ ഉൾക്കൊള്ളലാണ് വളർച്ച. ദർശനങ്ങളുടെ ഋതുഭേദങ്ങളിൽ തിരയുന്നത് സ്നേഹം. ഏതെങ്കിലും ഒരു മതത്തെയോ വംശത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ രാഷ്ട്രം ഒന്നാമതായി ഭരണഘടന പ്രകാരം ഒരു ഫെഡറേഷൻ ആണ് എന്നും അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് എന്നും നാം ഓർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് വളരെ തലമുറകളായി അനേകം മതങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും എല്ലാം പെട്ട ആളുകൾ ജീവിക്കുന്ന ഒരിടമാണ് എന്നും ഓർക്കേണ്ടതുണ്ട്. നാവ് നിശബ്ദമാകുമ്പോൾ ഭാഷ നഷ്ടമാകുന്നു. വാളുകൾ പുഴകളിലെ കാരുണ്യത്തെ കൊല്ലുന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ, ഇസ്രായേലും പാലസ്തീനും, ഇപ്പം പാലസ്തീൻ എന്ന് പറയുന്നില്ല, ഹമാസ് എന്നാണ് പറയുന്നത്. വളരെ മോശമാണ് സ്ഥിതിഗതികൾ. അവിടെ ബഹുസ്വരത്തെ അന്വേഷിച്ച് നിങ്ങൾ ചെന്നാൽ നിരാശരായി നിങ്ങൾ മടങ്ങേണ്ടി വരും. അന്യരാജ്യങ്ങളിലെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നാം നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ബഹുസ്വരതയുണ്ടോ? മനോരാജ്യം കാണാൻ ശീലിപ്പിച്ച നാടാണ്. ഓരോരുത്തരും ഒറ്റത്തുരുത്തല്ല. ഇടിമിന്നലിൽ തോൽക്കില്ല താരകങ്ങൾ. പാതാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ദൂരെ കടലിലേക്ക് നോക്കുമ്പോഴാണ് ലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ചൊക്കെ എനിക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിച്ചത്. അങ്ങനെ സ്വപ്നങ്ങളുടെയൊക്കെ ഒരു മയ്യഴിയിൽ നിന്ന്, വിത്തുകളുടെ മയ്യഴിയിൽ നിന്ന് ഡൽഹിയിലെത്തി അവിടെ നിന്ന് ഞാൻ അറിയുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ കുറിച്ച് നോക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ. ഇടയ്ക്ക് കുതറി മാറിയും മയ്യഴിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ മനോരാജ്യങ്ങൾ ചൈനയിലും ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ. അപ്പോൾ അവിടേക്കും എൻ്റെ മനോരാജ്യങ്ങൾ സഞ്ചരിക്കുകയും അവിടെ നിന്നൊക്കെ അറിവുകളും അനുഭവങ്ങളും ഞാൻ സ്വാംശീകരിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻ്റെ എഴുത്ത്, ഇന്ന് കാണുന്ന എഴുത്ത് എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഫെസ്റ്റിവലിൽ ഞാനിത് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് MP രാജേഷുമായി സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. ഞാൻ കൂടുതൽ പറയാം, വിശദമായിട്ട് പറയാം. ഒറ്റ സ്വരങ്ങൾ മതി, ഏകസ്വരങ്ങൾ മതി എന്നുള്ളൊരു വിശ്വാസം ലോകത്ത് പ്രബലമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ നിലപാടുകൾ, ഇതെല്ലാമുള്ള ഒരു ജനാധിപത്യ ലോകമല്ലേ നല്ലത്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുസ്വരത ഇത്തവണ സാഹിത്യോത്സവം ഒരു പ്രമേയമായി സ്വീകരിച്ചത്. നമ്മുടെ മമ്മൂട്ടിയാണ് അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉയർന്ന കന്മതിലുകൾ ആകാശം മുട്ടുന്ന മാതിരി അത് എന്നെയും സെൻട്രൽ ജയിലിനെയും ചുറ്റിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിൽ അനേകം കെട്ടിടങ്ങൾ, അനേകം മനുഷ്യർ. തടവുകാരെയെല്ലാം അകത്താക്കി കഴിഞ്ഞു. കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല. വെളുപ്പിന് തൂക്കിക്കൊല്ലേണ്ടവരുണ്ട്. കാലാവധി തീർന്ന് നാളെ സ്വതന്ത്ര ലോകത്തേക്ക് പോകുന്നവരുണ്ട്. എങ്കിലും ആ കൂടി ഒരു പ്രശാന്തത. മാറുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചകളാണ് മാതൃഭൂമി അക്ഷരോത്സവം ഇത്തവണ അവതരിപ്പിക്കുന്നത്. എഴുത്തുകാരും നാടക പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക ചിന്തകരുമെല്ലാം അക്ഷരോത്സവത്തിനെത്തുന്നുണ്ട്. മലയാളിക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. അത്രമേൽ പങ്കെടുക്കാൻ നിർബന്ധിതമാക്കുന്നതാണ് ഈ അക്ഷരോത്സവം.
നോവലിസ്റ്റായ സാറ ജോസഫും രാഷ്ട്രീയ നേതാവായ കെ ശൈലജയും സ്ത്രീകൾ നിർമ്മിച്ച കേരളത്തെക്കുറിച്ച് സംസാരിക്കും. നോവലിസ്റ്റായ ബെന്യാമിനോടൊപ്പം രാഷ്ട്രീയ നേതാവായ രമേശ് ചെന്നിത്തല ആടും മാന്തളിരും എന്ന വിഷയത്തിൽ ബെന്യാമിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ചും മലയാള നോവലിനെക്കുറിച്ചും സംസാരിക്കും. ഒരു ദേശത്തെ എങ്ങനെ ദേശത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ അവസ്ഥയുടെ ഒക്കെ പരിച്ഛേദമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് മാന്തളിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ എഴുതാൻ ഇടയാവുന്നത്. അത് സഭയും പാർട്ടിയും തമ്മിലുള്ള ഒരു കൊടുക്കുവാങ്ങലിൻ്റെ സംഘർഷത്തിൻ്റെ ഒക്കെ കഥയായി മാറുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന പല കഥാപാത്രങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അതിനകത്ത് കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. മന്ത്രിമാരും എഴുത്തുകാരും തമ്മിൽ സംസാരിക്കുന്നു, നാടകക്കാർ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദികളിൽ നമ്മൾ ത്രസിപ്പിക്കുന്ന ഒട്ടേറെ സെഷൻസ് ഉണ്ട്. നടൻ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ജീവിത പരിണാമങ്ങളെപ്പറ്റി സംസാരിക്കും. സിദ്ദിഖിൻ്റെ പരിണാമങ്ങളിലാണ് ആ സെഷൻ്റെ പേര് തന്നെ. എൻ്റെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിലെ ഋതുപരിണാമങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, എനിക്ക് പറയാനുണ്ട് അത് കേൾക്കണം. അങ്ങനെ ഒരു ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം കനകക്കുന്നിൽ ഒന്നിച്ചുകൂടാം. ഒരുപാട് പ്രമുഖരായ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന വേദിയാണ്. അവിടെ എനിക്കും ഒരു ക്ഷണം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി കനകക്കുന്നിൽ വെച്ച് കാണാം. പ്രശസ്തരായ 2 മേള കലാകാരന്മാർ, പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നടൻ കൂടിയായ മേളവിദഗ്ധൻ ജയറാമിനോടൊപ്പം ഒരു വേദി പങ്കെടുത്തു. നമസ്കാരം. കനകക്കുന്നിൽ നടക്കുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം പരിപാടിയിൽ ഞാനും ഉണ്ടാവും. ചെറിയ ജീവിതവും വലിയ സന്തോഷങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുവാനായി ഫെബ്രുവരി 9-ാം തീയതി നിങ്ങളോടൊപ്പം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവം മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 5-ാം പതിപ്പിന്റെ അരങ്ങുണരുന്നു. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവം മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 5-ാം പതിപ്പിന്റെ അരങ്ങുണരുന്നു. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന ഒട്ടനവധി സൗഭാഗ്യ സമ്മാനങ്ങളുമായി നറുക്കെടുക്കുന്നു. നാളെയാണ് ഈ പന്തങ്ങൾ ഘടിപ്പിച്ച അമ്പുകൾ പോലെ എതിർ ഗോൾവലയത്തിന്റെ മേൽക്കാവിലേക്ക് തൊട്ടാൽ. Please note chess number 3 on stage. I repeat, chess number 3 on stage. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ സഹൃദയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കഥ അവസാനിക്കുന്നില്ല. കഥ തുടരുന്നു. ലോകമെങ്ങുമുള്ളതിനെ മാതൃഭൂമി അക്ഷരോത്സവത്തിൽ അനുഭവിക്കാം. പുതുമുറക്കാരുടെ ഇഷ്ടങ്ങൾ, പുതിയ കുട്ടികൾ കടക്കുന്ന വേഗങ്ങൾ, ഭാവി, കാലങ്ങൾ, ദേശങ്ങൾ, മനുഷ്യർ, എല്ലാവർക്കും വേണ്ടതെല്ലാം മാതൃഭൂമി അക്ഷരോത്സവത്തിൽ. അഭിരുചികളുടെ ഈ വസന്തോത്സവം രുചികളുടേതുമാണ്. ഫെബ്രുവരി 10-ന് എൻ്റെ ഒരു സെഷനും ഉണ്ടാവും. കേരളത്തിൻ്റെ രുചി യാത്രയെക്കുറിച്ചാണ്. എന്നോടൊപ്പം പാരഗൻ്റെ സുമേഷ് ചേട്ടനും ഷെഫ് റജി മാത്യുവും ഈ സംവാദം നയിക്കുന്നത് RP ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റായ ആശിഷ് നായരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിൻ്റെ തനത് രുചികളെക്കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് പങ്കെടുക്കണം. 100 കൊല്ലം പഴക്കമുള്ള ലെജൻഡറി ബ്രാൻഡായ മാതൃഭൂമിയുടെ കൂടെ 56 കൊല്ലം പഴക്കമുള്ള പാരഗണും കൂടി അസോസിയേറ്റ് ചെയ്ത് ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗവുമാവാൻ പറ്റിയതിൽ അങ്ങേയറ്റം സന്തോഷവും ഭാഗ്യവുമാണെന്ന് കരുതുന്നു.
സാഹിത്യം മാത്രമല്ല, ചരിത്രമുണ്ട്, കലയുണ്ട്, വരയുണ്ട്, സാങ്കേതികതയുണ്ട്, വിസ്മയങ്ങളുണ്ട്. Hello everyone, this is your Ram Shivamani. MBIFL 2024, 5th edition at Trivandrum starts from 8th to 11th. I'm coming on 9th with the band Suraha, U Rajesh, my favorite mandolin player and my favorite pianist and jazz player Arvind Machanta. Don't miss it. You're going to come and rock it. നമ്മൾ കാണാനും കേൾക്കാനും കൊതിക്കുന്ന ഇന്ത്യയിലും വിദേശത്തുള്ള ഒട്ടേറെ കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമയിലെ അനുഭവങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കാൻ ഞാനും ഉണ്ടാകും. മലയാളികളുടെ അഭിമാനമായി മാറിയ ഈ സാംസ്കാരികോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, കനകക്കുന്നിൽ പോകാം. അറിയാം നമ്മുടെ ഭൂമിയും ആകാശങ്ങളും ആനന്ദങ്ങളും. കാണാം മാതൃഭൂമിയുടെ അക്ഷരമായ ഉത്സവം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവം മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 5ാം പതിപ്പിന്റെ അരങ്ങുണരുന്നു. 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ.